ശ്രീ രമേശ് മാത്യു നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രമേശ് മാത്യു, ഞാൻ കുറച്ചു മുമ്പ് അങ്ങ് പറഞ്ഞ കാര്യം സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അങ്ങ് നമ്മൾ ഇതേപോലെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞത് ആര് വരുമെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് എന്ന്. ഇപ്പോഴത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുകയാണ് 2 തവണ നോട്ടീസ് നൽകിയിട്ടും വാക്ക് പാലിക്കാൻ തയ്യാറായില്ല കേരള സർക്കാർ എന്ന്. സത്യത്തിൽ ഇതിൽ പരം ഒരു നാണക്കേട് വേറെ ഇല്ലല്ലോ. നമുക്ക് അർജന്റീനയോ അല്ലെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ ഈ ടോപ്പ് ഫുട്ബോളിംഗ് നേഷൻ അവരുടെ ക്രെഡിബിലിറ്റി ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്. അവർക്ക് ഇതൊക്കെ വളരെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമായിട്ട് ചെയ്യുമ്പോൾ അവരിതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവര് കോൺട്രാക്ട് വയലേറ്റ് ചെയ്യും? അങ്ങനെയൊന്നും സംഭവിക്കില്ല. സാധാരണഗതിയിൽ നല്ല പ്രൊഫഷണൽ ടീം ഇതിനൊക്കെ നല്ല അഡ്യൂക്കേറ്റ് പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്ത് കോൺട്രാക്ട്സും നെഗോഷിയേഷൻസ് ഒക്കെ നടത്തുന്ന, അല്ലാതെ നമ്മൾ കാണുന്ന പോലെ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, സ്കൂൾ ഗെയിംസ് നടത്തുന്ന അതേ ലെവലിലാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. എന്ത് നാണക്കേടാ ഇത്! നമ്മുടെ ഫുട്ബോൾ ഫ്രാറ്റേണിറ്റിയെ മൊത്തം നാണം കെടുത്തുന്ന ഒരു തലത്തിലേക്ക് ഇപ്പൊ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അതായത് അവരുടെയൊക്കെ സ്കീം ഓഫ് തിങ്സിൽ ഈ അർജന്റീന, ബ്രസീൽ, ഒരു ടോപ്പ് 20-25 കൺട്രീസിന്റെ ഒക്കെ ഇതില് ഇന്ത്യ ഒന്നും ഒരിക്കലും മാറ്റർ ചെയ്യുന്നില്ല. എന്നിട്ട് പോലും അവര് വരാം, പക്ഷെ അതിന്റെ കോൺട്രാക്ടിന് എല്ലാം കീപ്പ് ചെയ്യണം എന്ന് ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. ഇവര് ചിലപ്പോ അന്ന് ഈ കമ്മിറ്റ്മെന്റ് കൊടുത്തും കാണും, പക്ഷെ അവർക്കത് നടത്താൻ സാധിച്ചില്ല. അതിലൊരു വലിയ പരാജയവും സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ കണ്ടല്ലോ, നമ്മുടെ ഇവിടെ എന്ത് ഇന്റർനാഷണൽ മേഗാ ഇവന്റ്സ് നടത്തിയാലും അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ഒരു 1 year in advance എങ്കിലും തുടങ്ങിയിരിക്കും. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ വേറൊരു ചാനലിൽ പറഞ്ഞിരുന്നത്, നമ്മളിവിടെ ഈ മെസ്സിയുടെ വരവും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഹൈപ്പ് ചെയ്ത് ശരിക്കും ഓവർപ്ലേ ചെയ്യുവാണ്. നമ്മുടെ ഇന്ത്യ ആ സ്റ്റേജിൽ നിന്നൊക്കെ വളരെ മുമ്പോട്ട് വന്നു കഴിഞ്ഞു. നിങ്ങൾ നോക്കണം, 1989 ജവഹർലാൽ നെഹ്റു സെന്റിനറി അത്ലറ്റിക്സ് മീറ്റ് ഡൽഹിയിൽ നടന്നു. അന്നത്തെ വേൾഡ് ചാമ്പ്യൻസ്, ഒളിമ്പിക് ചാമ്പ്യൻസ് ആയിട്ടുള്ള കാൾ ലൂയിസ്, ഇവാലി നാഷ്ഫോർഡ്, ജോൺ വാക്കർ, പിന്നെ സെബാസ്റ്റ്യൻ കോ, സ്റ്റീവ് ഓവൻ, സാൻഡ്ര ഫാമർ പാട്രിക്, അങ്ങനെയൊക്കെയുള്ള എല്ലാ മേഗാ അത്ലറ്റ്സിനെയും ഇന്ത്യയിൽ ആ കാലത്ത് നമ്മൾ കൊണ്ടുവന്ന് നമുക്കൊരു ചരിത്രമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് നല്ല എക്സാമ്പിൾസ് ഉണ്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. കേരളത്തിന്റെ ഒരു ഫുട്ബോൾ ഫ്രറ്റേണിറ്റി, അത് അല്ലെങ്കിൽ ആരാധക വൃന്ദവും അതൊക്കെ എത്രത്തോളം ശക്തമാണ്. ഇപ്പോൾ മഞ്ഞപ്പട എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആരാധക കൂട്ടായ്മയൊക്കെ, പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകളെ പോലും വെല്ലുന്ന നിലയിൽ ഒരു ആരാധക കൂട്ടായ്മയൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു നാട് കൂടിയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ സർക്കാരും ഒരു സ്പോൺസറും ഒക്കെ ഇതിനിറങ്ങുമ്പോൾ എല്ലാവരും അത് കൈയടിച്ച് അതിനെ അനുമോദിക്കായിരുന്നു. വരട്ടെ, നല്ലൊരു തീരുമാനമെന്ന്. ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും മെസ്സി വരുന്നതൊക്കെ നല്ല കാര്യമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷെ അങ്ങനെ തുറന്ന മനസ്സോടെ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ നിന്ന നാട്ടുകാരെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ ഇങ്ങനെ ഇത്ര അങ്ങ് പറഞ്ഞ പോലെ ബാലിശമായ നിലയിൽ കാര്യങ്ങൾ സമീപിച്ച് ഇങ്ങനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു കായിക മന്ത്രി, അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലും തന്നെ പലപ്പോഴും അദ്ദേഹം പിന്നെ ഇതിൽ ചില ദേഷ്യത്തോടെ രോഷത്തോടെയൊക്കെ പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ടല്ലോ, ദി ഹോൾ തിങ് ഹാസ് ബീൻ അണ്ടർ എ ക്ലൗഡ്. ഇത് ഇന്നും ഇന്നലെ അല്ല, കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ആൾക്കാർക്ക് സംശയിച്ച പോലെ തന്നെ ഇപ്പൊ അവസാനം കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പൊ സംസ്ഥാന സർക്കാർ അന്നും ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് റോളില്ലാന്ന്. പിന്നെ എങ്ങനെ മന്ത്രിയും 2 അംഗ ഉദ്യോഗസ്ഥ സംഘവും ബാഴ്സലോണയ്ക്ക് പോയി? അതൊന്ന്. പിന്നെ അതുപോലെ തന്നെ സ്പോൺസർ പറയുന്നു ഞങ്ങൾ 130 കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന്. 130 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ആ 130 കോടി ഇവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇവിടെ 2 ഉക്രൈൻ സ്റ്റേഡിയംസ് പണിയായിരുന്നു. 130 കോടി ഉണ്ടായിരുന്ന നമ്മുടെ നാട്ടില് അവര് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന 130 കോടിക്ക് ഇവിടെ 2 നല്ല സ്റ്റേഡിയം, അതായത് 130 കോടി എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എനിക്ക് തോന്നുന്നു ഒരു $9 മില്യൺ വരും. അപ്പൊ ഇത്രയും ബേസിക് ഇവിടെ സുഖമായിട്ട് 2 ഒന്നാന്തരം ഫുട്ബോൾ സ്റ്റേഡിയം. ഇപ്പൊ മെസ്സി വന്ന അല്ലെങ്കിൽ വേറൊരു ഫോറിൻ ടീം വന്ന അവർക്ക് കൊടുക്കുന്ന കാശ് അങ്ങോട്ടങ്ങ് പോകത്തേ ഉള്ളൂ. വേറെ നമ്മൾ ആ പൈസ ഇവിടെ തന്നെ സ്പോൺസർ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ മെസ്സി വന്നു കണ്ടു, ഒരു ആഘോഷവും ആവേശവും ഒക്കെ ഉണ്ടായി എന്നതിനപ്പുറം കേരളത്തിലെ ഫുട്ബോളിന് എന്തെങ്കിലും ആരോഗ്യമായ മാറ്റങ്ങളോ സ്വാധീനമൊക്കെ മെസ്സിയുടെ വരവുകൊണ്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഒരു പ്രതീക്ഷ മാത്രമാണ്, ഒരു ഓളം ഉണ്ടാക്കുന്നു, കൂടുതൽ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ രണ്ട് സ്റ്റേഡിയം ഒക്കെ നിർമ്മിക്കുന്ന ഒരു ഘട്ടം, അല്ലെങ്കിൽ സർക്കാർ അതിനൊക്കെ മുൻകൈ എടുത്തിരുന്നെങ്കിൽ എത്രയോ അടിസ്ഥാനപരമായില്ലേ എത്രയോ കുട്ടികൾക്ക് ക്യാമ്പുകൾ നടത്താനും ഒക്കെ വളർന്നു വരാനുള്ള ഒരു സാഹചര്യമാണ്. അതൊക്കെ ഇല്ലാതെ ഇങ്ങനെ ഈ വെറുതെ കുറെ പുകമറ സൃഷ്ടിച്ച് അല്ലെങ്കിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് മെസ്സി വരുന്നു എന്ന് പറഞ്ഞ് യുവാക്കളെ മുഴുവൻ ആവേശത്തിലാക്കുക, ഇങ്ങനെയൊക്കെയാണോ ഇത്രയും വലിയ ടീമുകളോടുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടത്, അല്ലെങ്കിൽ സർക്കാർ ഇങ്ങനത്തെ നടപടികൾക്ക് ഒരുങ്ങേണ്ടത്?
ഇതിപ്പം ഇപ്പൊ സംഭവിച്ചു. ഇനി ഇതുപോലൊക്കെ ചെയ്താൽ നമ്മുടെ ആളുകൾ വിശ്വസിക്കും. അതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകല. നമ്മുടെ ആൾക്കാരോട് നാളെ പറയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വരാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ 2018 ഫൈനലിൽ കളിച്ച ക്രൊയേഷ്യൻ ടീമിലെ പ്ലേയേഴ്സിന്റെ ഒരു ടീം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ലൂക്ക മോഡ്രിച്ച് ഒക്കെ വരുന്നെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അത് വിശ്വസിക്കും. രമേശ് മാത്യു, ഇനി ആരും വിശ്വസിക്കാൻ സാധ്യതയില്ല. ഇനി നേരിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാവിൽ നിന്ന് തന്നെ ഞാനിത് ഐ ആം കമ്മിങ് ടു കേരള എന്ന് ഒരു ബൈറ്റ് വരാതെ നമുക്കിനി ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇനി സത്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നടത്തേണ്ടതുണ്ടോ? കേരളത്തിൻ്റെ ഫുട്ബോളിനെയും കായിക മേഖലയും ഒക്കെ അല്ലാതെ ഒന്ന് അറിഞ്ഞ് അതിൻ്റെ ആഴത്തിൽ അതിൻ്റെ താഴേക്കിടയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക എന്നതല്ലേ ഒരു കായിക വകുപ്പും ഒക്കെ ചെയ്യേണ്ടത്? അല്ലാതെ ഇങ്ങനെ വെറുതെ കുറേ കോലാഹലം ഉണ്ടാക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഞാൻ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് നമ്മൾ ഇറങ്ങിത്തിരിക്കാവുള്ളൂ. അല്ലാതെ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. നമുക്ക് മൊത്തം നമ്മുടെ സ്റ്റേറ്റിന് തന്നെ നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ പോലെ നാണക്കേടാണ് ഉണ്ടാകുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ വിചാരിച്ചാൽ 2 നല്ല സ്റ്റേഡിയംസ് പണിയാം, ഈ പറഞ്ഞ പൈസ ഉണ്ടെങ്കിൽ. അങ്ങനെ ചെയ്യാം. 2 സ്റ്റേഡിയംസ് പണിത് അറ്റ്ലീസ്റ്റ് ഒരു മോട്ടിവേഷൻ ആൾക്കാർക്ക് കൊടുക്കാം. അതായത് ശരിക്കും അത് സ്റ്റേഡിയങ്ങൾ പണിയുന്ന ആളുകൾ നന്നായിട്ട് കളി ഫോളോ ചെയ്യുന്ന സ്ഥലത്തും നന്നായിട്ട് അതിനുള്ള പേട്രണേജ് ഉള്ള സ്ഥലത്തും ആയിരിക്കണമെന്ന് മാത്രം. അല്ലാതെ ഫുട്ബോളിന് ബാക്കിംഗ് ഇല്ലാത്ത ഒരു സ്ഥലത്തോ തീരെ ഇൻആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തോ കൊണ്ടിട്ട് സ്റ്റേഡിയം പണിയരുത്. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഈ ചുമ്മാതെ ഇന്റർനാഷണൽ കുറച്ച് സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് കുറച്ച് മീഡിയ കുറച്ച് ഗ്ലെയർ ഉണ്ടാക്കുന്നതല്ലാതെ അതിനപ്പുറത്തോട്ട് യാതൊന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞല്ലോ. അങ്ങനെ ബഹളമുണ്ടാക്കിയത് കൊണ്ടോ കുറെ വർണ്ണക്കാഴ്ചകൾ ഉണ്ടാക്കിയത് കൊണ്ടോ നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ കായിക മേഖലയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്.